കഴിഞ്ഞ IPL താരലേലത്തിൽ ഏറ്റവും മൂല്യമേറിയ താരമായിരുന്നു ഋഷഭ് പന്ത്. 27 കോടി രൂപ നൽകി ലക്നൗ സൂപ്പർ ജയൻസ് പന്തിനെ ടീമിലെത്തിച്ചുവെന്ന് മാത്രമല്ല ക്യാപ്റ്റനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഏറ്റവും മൂല്യമേറിയ താരം ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന താരങ്ങളിൽ ഒരാളായി മാറി എന്നതാണ് ലക്നൗ ടീമിനെ നിരാശപ്പെടുത്തുന്ന കാര്യം. ഇനി ഋഷഭ് പന്തിന് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ അവസരം ലഭിക്കാൻ സാധ്യത കുറവാണെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഇതിന് 3 കാരണങ്ങളാണ് പ്രധാനമായും പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ ഒന്നാമത്തേത് പന്തിൻ്റെ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെ പ്രകടനമാണ്. T20 ക്രിക്കറ്റിൻ്റെ വെടിക്കെട്ട് സ്വഭാവത്തോട് നീതി പുലർത്തുന്ന ഒരു മികച്ച കരിയറല്ല ഋഷഭ് പന്തിനുള്ളത് എന്ന് പറയേണ്ടി വരും. 76 അന്താരാഷ്ട്ര T20 മത്സരങ്ങൾ കളിച്ച പന്തിന് 66 മത്സരങ്ങളിലാണ് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചത്. ആകെ നേടിയത് 23.25 ശരാശരിയിൽ 1209 റൺസാണ്. സ്ട്രൈക്ക് റേറ്റ് 127.26 T20 ക്രിക്കറ്റിൽ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പല ബാറ്റർമാരുമായും താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു ശരാശരി പ്രകടനം മാത്രമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും T20യിൽ ഇനിയൊരു തിരിച്ചുവരവ് ഋഷഭ് പന്തിന് സാധ്യമാണോ എന്ന കാര്യത്തിൽ ഈ പ്രകടനം ഒരു സുപ്രധാന ഘടകം തന്നെയാണ്. ഋഷഭ് പന്ത് T20 ടീമിൽ ഇനി തിരിച്ചെത്താൻ സാധ്യതയില്ലെന്ന് പറയുന്നതിന് രണ്ടാമത്തെ കാരണം ഇത്തവണത്തെ IPLലെ പ്രകടനം തന്നെയാണ്. 10 മത്സരങ്ങളിൽ നിന്ന് 128 റൺസ് മാത്രമാണ് ഋഷഭ് പന്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരാശരി 12.8 സ്ട്രൈക്ക് റേറ്റ് 99.22 മാത്രമാണ്. ഒരു IPL സീസണിൽ ഇത്രയും മത്സരങ്ങൾ കളിച്ച് 100ലും താഴെയുള്ള സ്ട്രൈക്ക് റേറ്റ് എന്നത് ഒരു ബാറ്ററെ സംബന്ധിച്ച് ഏറ്റവും മോശം പ്രകടനമാണെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. വലിയ പ്രതീക്ഷകളോടെയാണ് ലക്നൗ ടീം പന്തിനെ ടീമിലെത്തിച്ചത്. ആദ്യ മത്സരങ്ങളിൽ മോശം പ്രകടനം നടത്തിയ പന്തിനെ പിന്തുണച്ച് ടീം ഉടമ സഞ്ജീവ് ഗോയങ്ക രംഗത്തെത്തിയിരുന്നു. 27 അല്ല 28 കോടി നൽകിയിട്ടാണെങ്കിലും പന്തിനെ ടീമിലെത്തിക്കുമായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ കഴിവിൽ വിശ്വാസമുണ്ട് എന്നുമാണ് ഗോയങ്ക പറഞ്ഞത്. എന്നാൽ ഇതിനുശേഷവും പന്ത് മോശം ഫോം തുടർന്നു. ആകെ ഒരു അർദ്ധ സെഞ്ചുറിയാണ് താരം ഇതുവരെ സീസണിൽ നേടിയിട്ടുള്ളത്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നടന്ന മത്സരത്തിൽ 49 പന്തിൽ 63 റൺസാണ് പന്ത് നേടിയത്. ബാക്കി മത്സരങ്ങളിലെല്ലാം താരം നിരാശപ്പെടുത്തി. IPL നടക്കുന്നതിനിടയിൽ ഋഷഭ് പന്തിൻ്റെ കരാർ B ഗ്രേഡിൽ നിന്ന് A ഗ്രേഡാക്കി BCCI പുതുക്കി നൽകിയിരുന്നു. കരാറിൻ്റെ കാര്യത്തിൽ പ്രൊമോഷൻ ലഭിച്ച ഏക താരം ഋഷഭ് പന്തായിരുന്നു. ഇതോടെ താരം അന്താരാഷ്ട്ര T20യിലും ഏകദിനത്തിലും തിരിച്ചെത്തുമെന്ന തരത്തിലുള്ള സൂചനകൾ ശക്തമായി. എന്നാൽ IPLൽ വൻ പരാജയമായത് താരത്തിൻ്റെ തിരിച്ചുവരവിനെ ബാധിക്കാനാണ് സാധ്യത. പന്ത് തിരിച്ചുവരില്ലെന്ന് പറയുന്നതിന് മൂന്നാമത്തെ കാരണം പ്രതിഭകളുടെ കാര്യത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ക്ഷാമം നേരിടുന്നില്ല എന്നതാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ വളർന്നു വരുന്ന നിരവധി വിക്കറ്റ് കീപ്പർ ബാറ്റർമാരുണ്ട്. മലയാളി താരം സഞ്ജു സാംസൺ അടുത്തിടെ അന്താരാഷ്ട്ര T20 മത്സരങ്ങൾ കളിച്ച് ഇന്ത്യക്കായി ശ്രദ്ധേയമായ പ്രകടനം നടത്തിയിരുന്നു. ധ്രുവ് ജുറൽ, പ്രഭ്സിമ്രാൻ സിംഗ്, ജിതേഷ് ശർമ്മ, അഭിഷേക് പോരൽ, ഇഷാൻ കിഷൻ, KL രാഹുൽ തുടങ്ങിയ താരങ്ങൾ ഇപ്പോൾ IPL കളിക്കുന്ന വിക്കറ്റ് കീപ്പർമാരാണ്. ഇക്കൂട്ടത്തിൽ ധ്രുവ് ജുറൽ ഫിനിഷിങ്ങിലെ പോരായ്മയുടെ പേരിൽ വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്. സൺറൈസേഴ്സിന്റെ ബാറ്റിംഗ് പ്രകടനം എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു ഇഷാൻ കിഷന്റെ പ്രകടനം. ആദ്യ മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറി, പിന്നീടുള്ള 9 മത്സരങ്ങളിൽ നിന്ന് ആകെ 90 റൺസ്. ആദ്യ മത്സരത്തിൽ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയ സൺറൈസേഴ്സ് പിന്നീടുള്ള മത്സരങ്ങളിലെല്ലാം നിരാശപ്പെടുത്തിയിരുന്നു. പ്രഭ്സിമ്രാൻ സിംഗ്, അഭിഷേക് പോരൽ, ജിതേഷ് ശർമ്മ തുടങ്ങിയ താരങ്ങളിൽ ജിതേഷ് ശർമ്മ മാത്രമാണ് അന്താരാഷ്ട്ര T20യിൽ കളിച്ചിട്ടുള്ളത്. തകർപ്പൻ ഫോമിലുള്ള പ്രഭ്സിമ്രാൻ സിംഗിന് ആദ്യമായി അന്താരാഷ്ട്ര T20യിൽ അവസരം ലഭിക്കുമോ എന്ന കാര്യമാണ് ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്നത്. 11 മത്സരങ്ങളിൽ നിന്ന് 437 റൺസ് നേടിയ താരം റൺവേട്ടയിൽ 7ാം സ്ഥാനത്താണ്. ചുരുക്കത്തിൽ IPLലെ മോശം പ്രകടനം നടത്തുന്ന ഋഷഭ് പന്തിന് ഇനി അന്താരാഷ്ട്ര T20യിൽ അവസരം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.